നമസ്കാരം കുമാറെ. ഈ നിലമ്പൂരിലെ നിലമ്പൂർ അത്ര സുഖകരമല്ല. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷമാണെന്ന്. ഇപ്പോൾ അവിടെ ഈ തിരഞ്ഞെടുപ്പിന് ആരാണോ കാരണക്കാരനായ അൻവറിൻ്റെ പാളയത്തിൽ തന്നെ വലിയ ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അൻവറിനെ ഇതുവരെ വിശ്വാസത്തിലെടുക്കാൻ കോൺഗ്രസിനായിട്ടില്ല. കോൺഗ്രസിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി അൻവർ നിൽക്കുന്നു. സതീശിനെതിരെയുള്ള കൂരമ്പുകളാണ് രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ അടൂർ പ്രകാശും പറഞ്ഞിരിക്കുന്നു, അങ്ങനെ സതീശനെ എതിർത്തുകൊണ്ട് ആര് വന്നാലും അവരെ അങ്ങ് കൈയഴിഞ്ഞ് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ അൻവറിൻ്റെ വിചാരങ്ങളാണ് ഈ ആവശ്യമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. അപ്പോൾ ഇത് അസ്ഥാനത്തായി പോകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആശങ്ക. അല്ല, ഈ വിചിത്രമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഈ നിലമ്പൂരിൽ നടക്കുന്നത്. ഇന്ന് കെ.സി. വേണുഗോപാൽ ചോദിച്ച ഒരു ചോദ്യം അത് ഒരു പരിധിവരെ അർത്ഥവത്താണ്. കാരണം എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായത്? പിണറായി വിജയൻ സർക്കാർ ഈ 4 വർഷം പിന്നിടുമ്പോൾ ആ സർക്കാരിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല. ആ സർക്കാരിന് ചില ദുരൂഹമായ ഇടപാടുകളുണ്ട്. ആ സർക്കാർ മക്കൾ രാഷ്ട്രീയം കളിക്കുന്ന സർക്കാരാണ്. ആ സർക്കാരിന് ഈ പോലീസിനെ നിലയ്ക്ക് നിർത്താൻ അറിയില്ല എന്നൊക്കെ വളരെ ഗുരുതരമായ പരാതികൾ ഉന്നയിച്ച് LDF ക്യാമ്പിൽ നിന്നും ഒരു MLA രാജിവെക്കുമ്പോഴാണ് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടത്, സമ്മർദ്ദം ഉണ്ടാകേണ്ടത് LDFനാണ്. കാരണം കലാപം ഉണ്ടായിരിക്കുന്നത് അവിടെയാണ്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്ന ഒരു സമ്മർദ്ദമുള്ളത് അവിടെയാണ്. അത് മാത്രമല്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് അവരുടെ ഒരു വോട്ട് ബാങ്ക് അല്ലേ സ്വതന്ത്രനായി നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയുടെ കയ്യിലാണ് കഴിഞ്ഞ 10 വർഷമായി മണ്ഡലം വരുന്നത്. അതെ, അപ്പോൾ തീർച്ചയായും അവരുടെ മുകളിലാണ് സമ്മർദ്ദം വരേണ്ടത്. പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങൾ UDF ക്യാമ്പിലാണ്, സമ്മർദ്ദം UDF ക്യാമ്പിലാണ്. വഴക്കും ഈ പറയുന്ന അൻവർ തെറ്റിപ്പിരിഞ്ഞു വന്ന പാളയത്തിൻ്റെ എതിർ പാളയത്ത് നിൽക്കുമ്പോൾ UDFനകത്ത് അംഗമാകണോ, ഏത് രീതിയിലുള്ള അംഗമാകണം, A ക്ലാസ് മെമ്പർഷിപ്പ് വേണോ, B ക്ലാസ് മെമ്പർഷിപ്പ് വേണോ, ഇത്തരം ചർച്ചകൾ നടത്താനുള്ള സമയമല്ല. അൻവർ നടത്തിയ ഒരു രാഷ്ട്രീയ നീക്കം അത് ആത്മാർത്ഥതയുള്ളതായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒരു തരംഗം സൃഷ്ടിക്കുക, ഒരു ജനാഭിപ്രായം രൂപപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വേണം ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ. ഒരുപക്ഷെ ഈ കരുവന്നൂർ കേസ് ഇപ്പോൾ വലിയ ഇതായിട്ട് വന്ന് നിന്നില്ലായിരുന്നെങ്കിൽ LDF പാളയത്തിൽ പടക്കം പൊട്ടിച്ച് അവർ ഇലക്ഷന് മുമ്പേ ആഘോഷിക്കേണ്ട സമയമാണിത്. അതെ, അത്രമാത്രം. കാരണം ഇപ്പോൾ LDF ഏതാണ്ട് വിജയം കൈവിട്ടിരിക്കുന്നു. ഈ നിലമ്പൂരിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് LDFന് ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ സ്ഥാനാർത്ഥി പോലും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ എന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്ന് CPM നോക്കാതിരിക്കില്ല. അതാണ് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത്. ആ വൈകുന്നതിൽ ചില വിഷയങ്ങളുണ്ട്. പക്ഷേ ഇപ്പുറത്ത് UDF ക്യാമ്പാണെങ്കിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. പക്ഷേ UDFനെ പിന്തുണയ്ക്കേണ്ട അൻവറിന് ആ സ്ഥാനാർത്ഥിയെ ഇഷ്ടമാകുന്നില്ല. അദ്ദേഹം ഇപ്പോഴും കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം തനിച്ച് മത്സരിക്കുമെന്ന് പറയുന്നു. പക്ഷേ അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മുസ്ലിം വോട്ട് ബാങ്കിൽ മുസ്ലിം ലീഗ് ശഠിച്ചത് എന്തിനാണ്? അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്നാണ്. അങ്ങനെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ മറ്റൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അൻവർ വാദിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറയുന്നു. തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മമതാ ബാനർജി അടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇവിടെ കൊണ്ടുവരുമെന്നൊക്കെ അൻവർ ഭീഷണി മുഴക്കുന്നുണ്ട്. പക്ഷേ മാറി നിന്ന് വീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ അൻവർ എന്ത് കണ്ടിട്ടാണ് ഇത്തരം ഭീഷണികൾ മുഴക്കുന്നത് എന്ന് തോന്നിപ്പോകും. അല്ല, ഇത് അൻവറിനും ഏതെങ്കിലും ഘട്ടത്തിൽ സ്വയം തിരിച്ചറിയുന്നില്ലേ താനൊരു രാഷ്ട്രീയ ആത്മഹത്യയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്? അതാണ് നമുക്ക് സംശയം. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് പിണറായി വിജയനെ തോൽപ്പിക്കുകയാണ് ഇവിടുത്തെ യഥാർത്ഥ പരമമായ ഉദ്ദേശം. അദ്ദേഹം നാണം കെടാതിരിക്കണമെങ്കിൽ അതെങ്കിലും ചെയ്യണം. LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ അദ്ദേഹം തയ്യാറാകണം. പക്ഷേ അതിന് പകരം അദ്ദേഹം അവിടെ താനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിരുന്നു എന്നതുപോലും മറന്നുകൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ രാഷ്ട്രീയ പക്വതയില്ലായ്മ കാട്ടുന്നുണ്ട്. ഇപ്പം PV അൻവർ 10 വർഷം MLA ആയിരുന്നു എന്ന് പറഞ്ഞിട്ടോ അദ്ദേഹം വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് ഉള്ളയാളാണ് എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ലാതായിരിക്കുന്നു. കാരണം അദ്ദേഹം രാഷ്ട്രീയ പക്വതയില്ലായ്മ നിരന്തരം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. LDFൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു വന്നു. പിന്നീട് DMKയിലേക്ക് പോകാനൊരു ശ്രമം നടത്തുന്നു. അവിടെ അടുപ്പിച്ചില്ല. DMK എന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് പേരുണ്ടാക്കി ഒരു രാഷ്ട്രീയ
പാർട്ടി തുടങ്ങുന്നു, അതും വില പോയില്ല. പിന്നെ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു, പിന്നീട് ഇവിടെ രാജിവെക്കുന്നു, UDF പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും UDF ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ഞാൻ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ PV അൻവർ ഇപ്പോൾ പറയുന്നു താൻ പറയുന്ന സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണം, തന്നെ വസ്ത്രാക്ഷേപം ചെയ്തിരിക്കുന്നു, ദയാവിധത്തിന് വിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു രാഷ്ട്രീയ നിലപാടിലൂടെ PV അൻവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുസ്ലിം വോട്ട് ബാങ്ക് കൈക്കലാക്കിയാൽ നിഷ്പ്രയാസം ഇവിടെ ജയിച്ചു വരാം. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉള്ളപ്പോൾ അൻവറിനെ മാറ്റി നിർത്താൻ അവർ ഒരുക്കമാണ്. അൻവർ 3ാം സ്ഥാനക്കാരനായി മത്സരിക്കുന്നെങ്കിൽ മത്സരിച്ചോട്ടെ. മമതാ ബാനർജി കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ എന്ത് സ്വാധീനം ഉണ്ടാക്കാനാണ്? അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കെ രാഷ്ട്രീയം മറന്നുകൊണ്ട്, സ്വന്തം നിലനിൽപ്പ് മറന്നുകൊണ്ട്, കേരളത്തിൻ്റെ നിലമ്പൂരിൻ്റെ എങ്കിലും മണ്ഡലം 10 വർഷം MLA ആയിരുന്ന ആളാണല്ലോ, നിലമ്പൂർ മണ്ഡലത്തിലെങ്കിലും രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാതെ അൻവർ പെരുമാറുന്നു എന്നൊരു ചോദ്യം ഇപ്പോൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു മുസ്ലിം വോട്ട് ബാങ്ക് ബ്രേക്കപ്പ് ആവുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ അവിടെ CPM ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും BJP അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തുകയോ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് വല്ലാതെ ആകർഷിക്കുകയോ BJPക്ക് മണ്ഡലത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു വോട്ട് വർധനവ് അവിടെ ഉണ്ടാവുകയോ ചെയ്താൽ കോൺഗ്രസിൻ്റെ നില പരിങ്ങലിലാകും. അതുവഴി ജയിച്ചു കയറാം എന്നാണ് CPM കണക്ക്. പക്ഷേ BJP ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. BDJS മത്സരിക്കുമെന്ന് പറയുന്നു, പക്ഷേ അവർക്ക് താല്പര്യമില്ല, മത്സരത്തിന് താല്പര്യമില്ല. അവിടുത്തെ DCC ജനറൽ സെക്രട്ടറിയെ തന്നെ കോൺഗ്രസിൽ നിന്നും പുറത്തു ചാടിച്ച് മത്സരിക്കാനുള്ള ശ്രമം നടന്നിരുന്നുവെന്ന് രാവിലെ വ്യക്തമാക്കിയതാണ്. പക്ഷേ അവരെ കോൺഗ്രസ് അനുനയിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ വലിയ വലിയ രാഷ്ട്രീയ കളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം നിലമ്പൂരിൽ ചിത്രം തെളിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അല്ല, അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കറിയാം ഇത് അൻവറിൻ്റെ ചെയ്തികൾ കൊണ്ട് മാത്രം വന്നു ഭവിച്ച ഒരു ഇലക്ഷനാണ്. ജനങ്ങളൊന്നും ആവശ്യപ്പെടുന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആരുടെ ഒരു പോസ്റ്റ് കണ്ടു, ഇക്കുറി ഒരുപക്ഷെ നിലമ്പൂരിലെ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറച്ചിലുണ്ടാകും. കാര്യം എത്ര പേർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ തയ്യാറാകുമെന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അത് അങ്ങനെ നിലനിൽക്കുക. അങ്ങനെ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് ഏത് മുന്നണിക്കാകും അനുകൂലമാകുക എന്നുള്ള കേരളത്തിൻ്റെതായ ഒരു രീതിയുണ്ടല്ലോ. അപ്പോൾ അത് ഒരു രീതിയിലുള്ള ഒരു ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ പൊടി പിടിക്കുന്നുണ്ട്. മറുഭാഗത്താണ് ഇപ്പോൾ പാളയത്തിൽ പട എന്നതുപോലെ ഈ ബുദ്ധിഭ്രമം സംഭവിച്ച ഒരാളിനെന്ന കണക്കെ എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, എന്താണെന്ന് പറയുന്നതെന്ന് അറിയാതെ അൻവർ ആകെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. അപ്പോൾ ഇത് ശരിക്കും ഈ പറഞ്ഞതുപോലെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഡ്രാമയിലോട്ടാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താകും ഇതിൻ്റെ ഒരു അവസാനം? ഇപ്പോൾ കോൺഗ്രസിനും ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു സീറ്റ് എങ്ങനെയെങ്കിലും നേടിയെടുത്തേ മതിയാവും. എല്ലാവരും ഇതിനെ സെമി ഫൈനലായിട്ടും ക്വാർട്ടർ ഫൈനലായിട്ടും ഒക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ. എന്തു തന്നെ ആയാലും ഇത് കേരള മനസാക്ഷിയുടെ ഉള്ള ഒരു ചോദ്യം ചെയ്യലും കൂടെയാണ്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഇനി വോട്ടർമാരുടെ ഒരു പ്രതികരണം? തീർച്ചയായിട്ടും ഇടതുമുന്നണിയുടെ പ്രതീക്ഷ ഏതാണ്ട് അസ്തമിച്ച ഒരു ഘട്ടത്തിലാണ്. അൻവറിനെ മിക്കവാറും ഈ കോൺഗ്രസ് അനുനയിപ്പിക്കുമായിരിക്കും. KC വേണുഗോപാൽ കേരളത്തിലെത്തി. അല്ല, ഇതോടുകൂടി അൻവർ ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ടി വരുമോ? അങ്ങനെയൊന്നുമില്ല. കാരണം അൻവറിന് ഇനിയൊരു ജനപ്രതിനിധിയാകാനുള്ള ചില പദ്ധതികളുണ്ടാകാം. ഒരു പക്ഷേ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ആ പദ്ധതികൾക്ക് വളരെ നിർണായകമായ ഒരു ഘടകവുമായിരിക്കാം. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് മുസ്ലിം സ്ഥാനാർത്ഥിയെ വേണമെന്ന് പറയുമ്പോൾ PV അൻവർ, അതായത് ഈ പറയുന്ന മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ കൂടി വക്താവാണ് അദ്ദേഹം മുറുകെ പിടിച്ചിരിക്കുന്ന മുസ്ലിം രാഷ്ട്രീയമാണ് ഈ 10 വർഷം ഇടതുമുന്നണിയുടെ ഈ മണ്ഡലം ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് PV അൻവർ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വാദിക്കുന്നു എന്ന സംശയം അവിടെ ഉടലെടുക്കുന്നുണ്ട്. തീർച്ചയായും വോട്ടർമാരുടെ ഇടയിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കുക. പ്രത്യേകിച്ചും ജൂൺ 19 മറ്റുമാണ് പോളിംഗ് നടക്കുന്നത്. വളരെ കുറഞ്ഞ ജൂൺ 19 പോളിംഗ്, ജൂൺ 23 വോട്ടെണ്ണം. അതെ, വളരെ കുറച്ച് സമയം മാത്രമേ പ്രചരണത്തിനുള്ളൂ. ആ ഘട്ടത്തിൽ പോലും ഇതുവരെയും ഒരു ചിത്രം വ്യക്തമാക്കാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട്. BJP ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. LDFിൻ്റെ കാര്യം മറിച്ചല്ല. LDF നമുക്കറിയാം വളരെ കൃത്യമായി മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയാണ്. വളരെ വ്യവസ്ഥാപിതമായ കാര്യങ്ങളുള്ള ഒരു പാർട്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണ് ഇവരിങ്ങനെ നീണ്ടു പോകുന്നത്? ഇനി പ്രചരണത്തിന് മുന്നിലുള്ളത് എത്ര ദിവസങ്ങളാണ് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാര്യം കാലാവസ്ഥ വീണ്ടും പ്രതികൂലമായിക്കൊണ്ടിരിക്കുകയാണ്.
ഈ പ്രത്യേകിച്ചും ആ മേഖലയൊക്കെ ഈ മഴ വന്നു കഴിഞ്ഞാൽ വലിയധികം ഈ പ്രചരണത്തിനും മറ്റുമൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെയാണ് ഇനി ഈ മുന്നണികൾ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്, എന്തിനാണ് ഇങ്ങനെ ഈ സസ്പെൻസ് നിലനിർത്തുന്നത്? ഒട്ടനവധി ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ നിരന്തരം ഉയരുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്, ജനങ്ങളുടെ ഒരു ക്ഷമാപരീക്ഷയൊക്കെ ആണോ എന്നുള്ളത്. തീർച്ചയായും അങ്ങനെ ഒരു പരീക്ഷണം തന്നെ ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഈ പോളിംഗ് ശതമാനം കുറയാനുള്ള സാധ്യതയുണ്ട്. മഴ ഒരു ഘടകമാണ്. മാത്രമല്ല ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ താല്പര്യം നമുക്ക് കണ്ടാൽ തോന്നും അൻവറിന് മാത്രമേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ താല്പര്യം എന്ന് നമുക്ക് കണ്ടാൽ തോന്നുക. ഈ ഇടതുമുന്നണി ഏതാണ്ട് നേരത്തെ പ്രതീക്ഷ അസ്തമിച്ച നിലയിലാണ്. എം സ്വരാജിനെ അവർ മത്സരിപ്പിക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ എം സ്വരാജ് പരാജയപ്പെട്ടാലുണ്ടാകുന്ന ആഘാതം വളരെ വലുതാണ്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി പരാജയപ്പെടുന്നതിനേക്കാൾ ഇടതുമുന്നണിക്ക് ആഘാതമുണ്ടാകും. എന്തായാലും തോൽവി ഇടതുമുന്നണിയിൽ ഒരു ആഘാതം ഉണ്ടാക്കും. പക്ഷേ എം സ്വരാജിനെ പോലുള്ള ഒരാൾക്ക് നിർത്തി അത് തോൽവിയാണെങ്കിൽ അത് വലിയ ആഘാതമായിരിക്കും. പിന്നീട് എം സ്വരാജിനെ അത് അടുത്ത ഇലക്ഷന് പോലും അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു നീക്കത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിനെ ലളിതവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് LDF നടത്തുന്നത്. അതിന് എക്സ്പെർട്ടാണ് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. അദ്ദേഹം പറഞ്ഞത് 4 വർഷം പൂർത്തിയായി, ഇനി ആകെപ്പാടെ 1 വർഷത്തിൽ താഴെ മാത്രം ബാക്കിയുണ്ട്, ഇവിടെ എന്ത് വിലയിരുത്തൽ എന്നുള്ള അദ്ദേഹം തന്നെയാണ് ആദ്യം പറഞ്ഞത്. ഇത് അടുത്ത ഇലക്ഷന് മുമ്പേയുള്ള വിലയിരുത്തലാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ എന്ത് വിലയിരുത്തൽ എന്നുള്ള ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇനി ഇതുപോലെ അനവധി പ്രതീക്ഷിക്കാം വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അസാധാരണമായ തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് നിലമ്പൂർ പോകുന്നു എന്ന് തന്നെ പറയാം. അല്ല, അതാണ് ഇതിൽ ഏറ്റവും രസം. കാര്യം കേരളത്തിൽ പോലും ഇപ്പോൾ മുന്നണികൾ ജനങ്ങളുടെ മനസ്സിലേക്ക് എങ്ങനെ കയറിപ്പറ്റാമെന്ന് ഓരോ ദിവസവും പഴയതുപോലെ ഈ കിറ്റ് രാഷ്ട്രീയം ഒന്നും വിറ്റുപോകുന്ന സ്ഥലമല്ല എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ തെളിഞ്ഞിരിക്കുകയാണ്. അവിടെയാണ് കേരള ചിത്രത്തിൽ എങ്ങുമില്ലാത്ത തൃണമൂലിനെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ ഒരു പുതിയ ഇതുണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്. അതൊക്കെ തികച്ചും മണ്ടത്തനം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ശുദ്ധ വിഡ്ഢിത്തനം എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രതികരിക്കുന്നത്. എന്തായാലും ഈ നിലമ്പൂർ അല്ലെങ്കിൽ നിലമ്പൂര് അവിടുത്തെ ആ ഒരു അംഗം അതെങ്ങനെയായിത്തീരും എന്നുള്ളത് പ്രവചനാതീതം തന്നെയാണ്. അൻവർ ഒരു തട്ടകം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതെ, അത് സാധാരണ തട്ടകമൊന്നും പോരാ, അദ്ദേഹത്തിനൊരു രാജകീയ തട്ടകം വേണം എന്ന് അദ്ദേഹം വാശി പിടിക്കുകയാണ്. അതിന്റെ പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. അത് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അദ്ദേഹം തന്നെ ആയിരിക്കണം നായകൻ എന്നുള്ള ഒരു കടുംപിടുത്തം. അതെ, ആ ഒരു തട്ടകം ഉണ്ടാക്കുക. അത് DMK-യിൽ നിൽക്കണോ, നമ്മുടെ തൃണമൂൽ കോൺഗ്രസിൽ നിൽക്കണോ, UDF-ന് അകത്ത് വരണോ പുറത്തു വരണോ, അങ്ങനെയൊക്കെയുള്ളൊരു വലിയ സംശയം. എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് നേതാക്കളുടെ തളർച്ചയും വളർച്ചയും ഒക്കെ കണ്ടിട്ടുള്ള സംസ്ഥാനം തന്നെയാണ് കേരളം. അതുകൊണ്ട് തന്നെ ഇതൊരു മറ്റൊരു രാഷ്ട്രീയ ആത്മഹത്യയായി മാറാതിരുന്നാൽ അൻവറിന് നല്ലത് എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഈ പറഞ്ഞതുപോലെ പ്രവചനാതീതമാണ് മണ്ഡലം ഇപ്പോൾ നൽകുന്ന ഒരു ചിത്രം. വരും. നമസ്കാരം.